ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ കേക്ക് ബോർഡാണ്. ബർത്ത്ഡേക്ക് ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന കേക്ക് ബോർഡാണ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കളയണ്ട, ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരിയുള്ള കേക്ക് ബോർഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കളയണ്ട, നമുക്കൊരു കിടിലൻ സംഭവം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കേക്ക് ബോർഡിൽ റൗണ്ട്സ് വരച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ കോമ്പസിൽ പെൻസിലൊക്കെ ഇട്ടിട്ട് വലിയ കാര്യത്തിൽ ചെറിയ ചെറിയ റൗണ്ട്സ് വരക്കുകയാണ്. പക്ഷേ റൗണ്ട് വരച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല, ഒന്നും കാണുന്നുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി ഡാർക്കായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ട്രേസ് ചെയ്ത് എങ്ങനെയൊക്കെയോ ആക്കി ഞാൻ വരച്ചെടുത്തു കേട്ടോ. അല്ലെങ്കിലും ഞാൻ എന്ത് തുടങ്ങുമ്പോൾ ഇതേമാതിരി തന്നെയാണ് തുടങ്ങുന്നത്. വലിയ എല്ലാം ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാവുന്നത് ഇത് അത്ര പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന വർക്കൊന്നും അല്ലാന്ന്. എന്നിട്ട് ഞാൻ ഇതേമാതിരി ബാക്ക് സൈഡും ഞാൻ ട്രേസ് ചെയ്യാൻ നോക്കി. പക്ഷേ ബാക്ക് സൈഡ് തീരെ കാണുന്നുണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്രണ്ടിൽ തന്നെ ഇനി റൗണ്ട് വരച്ചെടുക്കും. ഇനി അടുത്ത പരിപാടി വരച്ചെടുത്ത റൗണ്ട് കട്ട് ചെയ്യലാണ്. അപ്പൊ ഞാൻ റൗണ്ട് വരച്ചെടുത്തത് കുറച്ച് കഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യൽ ഈസി എന്ന് വിചാരിച്ചു. പക്ഷെ എത്ര കട്ട് ചെയ്യാൻ നോക്കിയിട്ട് കട്ടാവുന്നില്ല ഗൈസ്. ഒരുപാട് കഷ്ടപ്പെട്ടു. കത്രിന്റെ മൂർച്ചില്ലാത്ത കൊണ്ടാണോ ബോർഡ് കട്ടിയുള്ള കൊണ്ടാണോ അറിയില്ല. കട്ട് ചെയ്തു അത് കട്ടാവുന്നുണ്ടായിട്ടില്ല. ലാസ്റ്റ് ഇതേമാതിരിയുള്ള ഒരു ഷാർപ്പുള്ളൊരു പെന്നെടുത്തിട്ട് ഞാനത് ട്രേസ് ചെയ്തെടുത്തു. നല്ല അമർത്തിയിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്തിട്ട് പിന്നെ കത്രി വെച്ചിട്ട് കട്ട് ചെയ്തു. എന്നാലും ഒരു രക്ഷയും ഉണ്ടായിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ബ്ലേഡൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ബ്ലേഡൊക്കെ യൂസ് ചെയ്തില്ലേ, അതേമാതിരിയുള്ള നമ്മുടെ ബൈൻഡൊക്കെ മുറിക്കുന്ന നമ്മൾ കത്തി മാതിരിയുള്ള ഒരു സംഭവമില്ലേ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ മുറിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ എൻ്റെ കത്രിക്ക് മൂർച്ചയില്ലാത്ത കൊണ്ടാണോ അറിയില്ല, അങ്ങനെ ഇതേമാതിരി ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ കത്രയൊക്കെ ഇങ്ങനെ കൈനെ കൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അവസാനമായിട്ട് ഞാൻ ഇത് 5 റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏകദേശം ഒരു വൈകാ കണ്ടോ, ഫുള്ള് തൊലിച്ച് കുളിച്ച് നനഞ്ഞു ഗൈസ്. ഓരോ പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മളത് ഒരിക്കലും ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഞാൻ ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അടുത്തതായിട്ട് ഞാൻ ഇതേമാതിരിയുള്ളൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒട്ടിച്ചു കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് ബോർഡിൻ്റെ മുകളിൽ ഞാൻ പെയിന്റ് അടിക്കാൻ നോക്കി. പക്ഷെ അത് പെയിന്റ് ഒരിക്കലും പിടിക്കുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നീല കളർ ഞാൻ ഓൾറെഡി ഇത് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു റൗണ്ടിന്. പക്ഷെ അത് പെയിന്റ് അത്ര കൃത്യമായിട്ട് പിടിക്കുന്നുണ്ടായിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ പെയിന്റൊക്കെ ഇങ്ങനെ എൻ്റെ വിരലിലുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്ലൂ കളറാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഞാൻ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ബോർഡ്സിനും, അതായത് എല്ലാ റൗണ്ട്സിനും ഞാനിങ്ങനെ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെയിന്റ് അടിക്കാൻ പോവാണ്. ഞാനിവിടെ ബ്ലൂ കളർ പെയിന്റ് ആണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു റെഡ് കളർ പെയിന്റ് അടിക്കാമെന്ന്. പിന്നെ ഈയിടെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസായി റെഡ് കളറോട് ചെയ്യുന്നത്, അതുകൊണ്ട് ഒന്ന് കളർ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബ്ലൂ കളർ അടിക്കുകയാണ്. 3 ലെയർ ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ലെയറിൽ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ വീണ്ടും 2 ലെയർ അത് ഡ്രൈ ആയതിനു ശേഷം അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതേമാതിരിയുള്ള ഗ്ലാസ് പീസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെന്താ പറയാന്നറിയില്ല, നമ്മുടെ മിറർ പീസ് ഇല്ലേ, അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ മിറർ ഓരോന്നായിട്ട് ഞാൻ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിറർ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിനെ ഒരു ബോർഡറായിട്ട് ഞാൻ വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് ബ്രഷിനെ കൊണ്ടല്ല അടിക്കുന്നത്. ഒരു പെൻസിൽ എടുത്തിട്ട് പെൻസിലിൻ്റെ ഷാർപ്പ് വൈറ്റ് പെയിന്റിൽ മുക്കിയിട്ട് ഞാനത് പെൻസിലിനെ കൊണ്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ഗ്ലാസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ഔട്ട്ലൈനായിട്ട് ഇതേമാതിരി പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഗ്ലാസ് വർക്ക് അതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഇതേമാതിരി ഞാൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഞാൻ ഉള്ള എല്ലാ ഇതിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെസ്, അങ്ങനെ എല്ലാത്തിലും ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറിയ റൗണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ഈ ഡിസൈനാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാത്തിനും ഇതേമാതിരിയുള്ള ഡിസൈനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കണം. പക്ഷെ അതിനെക്കാട്ടിയും മുന്നേ ഞാൻ ഇതിന് ഇതേമാതിരിയുള്ള ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ത്രെഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ കൈയിൻ്റെ അളവിൽ ഞാൻ ആ ത്രെഡ് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്നത്തെ മാതിരിയുള്ള അലങ്കാരപ്പണികൾ വേണ്ട. അപ്പോൾ ആ കുറച്ച് അലങ്കാരപ്പണികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ത്രെഡൊക്കെ ചുറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അറ്റത്തൊരു നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കെട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് ഇതും കൂടി ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്കിത് അതിലേക്കൊന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ആ റൗണ്ട്സ് ഇങ്ങനെ എടുത്തിട്ട് അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ചെറിയ റൗണ്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റും ഞാൻ ഈ വലിയ റൗണ്ട്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഐസ്ക്രീം സ്റ്റിക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ റൗണ്ട്സിനെ ഞാൻ നേരെ തിരിച്ച് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേമാതിരി ഞാൻ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഫുള്ളായിട്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും. ഇതാണ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഡ്രൈ ആവുന്നുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് വേഗം ഒന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ്, എൻ്റെ അടുത്ത് സെല്ലോ ടേപ്പ് ഉണ്ടായിട്ടില്ല, അപ്പം ഞാൻ ഡബിൾ സൈഡ് ടേപ്പിനെ കൊണ്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു. വേറെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഡബിൾ സൈഡ് ടേപ്പ് തീർന്നു, അത്രേ ഉള്ളൂ. തീർന്നാലും കുഴപ്പമില്ല, കാര്യം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടണം. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ത്രെഡ് വർക്കും കൂടി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചുകൊണ്ട് ഇപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും പെടേണ്ട. അങ്ങനെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കണ്ടാലോ. യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ഇടണേ. എന്നാലേ എനിക്ക് വീണ്ടും അടുത്ത വീഡിയോസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.